ഇപ്പം നിങ്ങളിപ്പോൾ ലാസ്റ്റ് ജയിലിൽ പോയത് എരയുടെ പേര് പറഞ്ഞതിൻ്റെ ഇതാണല്ലോ. ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു എരയുടെ പേര് പറഞ്ഞോ? ഇല്ല, 100% ഇല്ല. ഇനി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിജീവിത, ഇര, പരാതിക്കാരി. 3 വാക്കും വിളിക്കാം. ഏത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല. അതിജീവിത എന്നും ഇരയെന്നും പരാതിക്കാരി എന്നും വിളിക്കും. ടെക്നിക്കലി നമ്മൾ വിളിക്കേണ്ടത് പരാതിക്കാരി എന്നാണ്. നിയമത്തിന്റെ ഭാഷ പരാതിക്കാരി. പോലീസുകാർ എഴുതുമ്പോൾ ആവലാതിക്കാരി എന്ന് വിളിക്കും. മീഡിയ ഐസിംഗ് ഓൺ ദി കേക്ക് ആയിട്ടാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ ഇര എന്ന് വിളിക്കും. ഇപ്പോഴാണ് അതിജീവിത എന്ന് വിളിച്ചു തുടങ്ങി. 10 വർഷമായിട്ടുള്ളൂ ഈ അതിജീവിത പ്രയോഗം വരുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോ ഇട്ടിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ഇത് രണ്ടുമാണ് പോലീസ് ആദ്യം ഇട്ടത്. ഇത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? പോലീസുകാരുടെയും കുറ്റമല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇലക്ഷൻ്റെ സമയത്ത് പിടിച്ചാത്തിരണം. കാര്യം അത് തുറന്നു പറയാമെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി തുറന്നു പറയാമെങ്കിൽ, പ്രധാനമായിട്ട് ശബരിമല കൊള്ള വേഴ്സസ് സ്ത്രീ സുരക്ഷ, ഇതായിരുന്നു നെറേറ്റീവ്. അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നും ശബരിമലയിൽ നടന്ന വലിയ കൊള്ള, ഇതാണ് അവർ മുമ്പോട്ട് വെക്കുന്ന വാദഗതി. ചിലർ യോജിക്കും, ചിലർ വിയോജിക്കും, പക്ഷേ ആണ് വാദം. മറുഭാഗത്തപ്പോൾ എന്തെങ്കിലും വൈകാരികമായ വിഷയം വേണമല്ലോ. ആ വൈകാരികമായ വിഷയം സ്ത്രീ സുരക്ഷ. മുഖ്യമന്ത്രി ഇലക്ഷൻ ദിവസം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ കൊന്നു തെള്ളുവെന്നൊക്കെ പറഞ്ഞു എന്ന് മുഖ്യമന്ത്രിയുടെ ഡയലോഗ് ഉണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച്, അതായത് ഈ ഇലക്ഷനിൽ ഇപ്പം നമ്മൾ ഈ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്ന പോലെ ഇലക്ഷൻ്റെ ഒരു ദിവസം മുൻപ് നമ്മൾ ഈ പ്രചാരണം അവസാനിപ്പിക്കുമല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ മന്ത്രിമാർ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നതിനൊരു നിയമസാധ്യതയുണ്ടോ? അതൊക്കെ ചെയ്യാൻ പാടില്ല. ഗ്രേ ഏരിയയാണ്. ഇപ്പം നമ്മൾ സാധാരണക്കാരറിയേണ്ടത്, കാരണം അത് അഫക്റ്റ് ചെയ്യില്ലേ വോട്ടിങ്ങിനെ? അത് ഉറപ്പല്ലേ, ചെയ്തുകൂടാന്നുള്ളതാണ് ടെക്നിക്കലി കറക്റ്റ്. അപ്പം അതായത് നമ്മൾ സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും, അങ്ങേക്കും നമ്മൾ നിയമം കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവ്, വേറെ പല ആൾക്കാരും അങ്ങോട്ടും അല്ലെങ്കിൽ മീഡിയയുടെ ഫ്രണ്ട് പത്രസമ്മേളനം എന്ന് പറയില്ല. ചെല്ലുമ്പോൾ മീഡിയ ചോദിച്ചല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയും. അതായത് ശരിക്കും നമ്മുടെ നാട്ടിൽ 20% വെളുപ്പും 20% കറുപ്പും ഉണ്ട്. അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ക്ലിയർ കട്ട് സാധനങ്ങൾ. നിയമത്തിന്റെ പഴുതുകൾ അല്ല, ഇത് 20% വെള്ള എന്ന് പറയുന്ന ക്ലിയർ കട്ട് കാര്യങ്ങളുണ്ട്, 20% ബാഡ് എന്ന് പറയുന്ന ക്ലിയർ കട്ട് ബ്ലാക്ക് ഉണ്ട്. 60% ഗ്രേ ആണ്. അതായത് ഗ്രേ എന്ന് പറഞ്ഞാൽ ഡിബേറ്റബിൾ സ്പേസ് ആണ്. ഈ ഡിബേറ്റബിൾ സ്പേസിൽ നിന്നാണ് ആൾക്കാരെല്ലാം കളിക്കുന്നത്. ഉദാഹരണം, സ്ഥിരം ഇനിയും രാഷ്ട്രീയക്കാർ ശ്രദ്ധിച്ചാൽ മതി, കോടതി വിധികളെ കുറിച്ച് പരാമർശിക്കരുതെന്നുള്ളതാണ് കോടതിയുടെ ചട്ടവും നിയമവും കീഴ്വഴക്കവും. വിധികളെ അതായത് കോടതിയിൽ ഒരു കേസ് ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ കേസിനെ കുറിച്ച് പറയരുത് എന്നുള്ളതാണ്. വിധി വന്നു കഴിഞ്ഞ് പറയാം. വിധി വന്നു കഴിഞ്ഞ് പറയാം. കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ പറയരുത്. സബ്ജുഡിസ് എന്നാണ് അതിനെ സ്ഥിരം പറയുക. അപ്പം എല്ലാ രാഷ്ട്രീയക്കാരും എന്ത് പറയുന്നറിയാമോ? ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്, സബ്ജുഡീസ് ആണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത 10 മിനിറ്റ് കേസിനെ കുറിച്ച് പറയും. അപ്പം നാളെ കോടതിയിൽ വരികയാണെങ്കിൽ ഞാൻ സബ്ജുഡീസ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാനൊരു ഡിഫൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ മാത്രമൊന്നുമില്ല കേട്ടോ, ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസും CPM-ഉം ആപ്പും എല്ലാവരും ചെയ്യുന്ന രീതി ഇതാണ്. കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, പിന്നെ അരമണിക്കൂർ ഇതിനെ കുറിച്ച് തന്നെ പ്രസംഗിക്കും. അപ്പം അതൊരു തന്ത്രമാണ്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് രണ്ടും പറഞ്ഞാണ് പോലീസ് ഈ പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള അങ്ങനെയില്ലെന്ന് മാത്രമല്ല, അടുത്ത കൗതുകം കൂടെ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നോട്ടീസ് തരിക എന്നൊരു പ്രക്രിയയുണ്ട്, 35(1) എന്നാണ് എന്നെ പറയുക. പോലീസ് എനിക്ക് നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതി കള്ളം പറഞ്ഞു. അപ്പം ഞാൻ കോടതിയിൽ അജിറ്റേറ്റഡായി. ശരിക്കും അജിറ്റേറ്റഡ് ആയി കൂടായിരുന്നു, അത് വേറൊരു വിഷയം. കോടതിയിൽ അജിറ്റേറ്റഡായി. ഹീസ് ലൈയിങ് എന്ന് ഞാൻ ഉറക്കെ പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ഇങ്ങനെ പറഞ്ഞുകൂടാ, പക്ഷേ എന്താ അറിയാമോ, ഞാൻ മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കുകയല്ല. അങ്ങനെ പച്ചക്കള്ളം കോടതി പറഞ്ഞ അവസാനമില്ല. അങ്ങനെയൊക്കെ കൗതുകമുള്ളൊരു കാര്യം കൂടെ പറയാം. എനിക്ക് ഡിസംബർ 11 പോലീസ് ജാമ്യം തരാൻ തീരുമാനിച്ചു. അതായത് പോലീസിൻ്റെ ഭാഗത്ത് ഇനിയൊന്നും ആവശ്യമില്ല, ഇലക്ഷനും കഴിഞ്ഞു, ഇന്ന് നീ പൊക്കോളൂ. പോലീസുകാർ നമ്മളോട് വളരെ സൗഹാർദ്ദമാണ് കേട്ടോ, വളരെ നല്ല. അല്ല, ഇനി അടുത്ത ഡിസംബർ 11 അവിടുത്തെ അഡ്വക്കേറ്റ് കയറി പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ചത്തെ കേസ് വെക്കണോ. പോലീസുകാർ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഈ പ്രോസിക്യൂട്ടർ ഓഫീസിൽ വിളിച്ച് ഇറിറ്റേറ്റഡായി സംസാരിച്ചു. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെ റിപ്പോർട്ട് തന്നില്ലേ. അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നം കേൾക്കുമ്പോൾ വിഷമം തോന്നും. ഇത് തന്നെ ശ്രീ ദിലീപിൻ്റെ അടക്കമുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു മടിയുമില്ലാതെ നമ്മുടെ സിസ്റ്റത്തിന് കള്ളം പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. എങ്ങനെ മാറ്റാമെന്നറിയാമോ? പെട്ടെന്ന് പ്രോസിക്യൂട്ടർ എങ്ങനെ ലൈൻ ചെയ്യുന്നറിയാമോ? എനിക്ക് റിപ്പോർട്ട് കിട്ടി, പക്ഷേ ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയും. എന്ത് വേണമെങ്കിലും മാറി മാറി കള്ളം പറയാനൊരു സ്പേസ് ഉണ്ട്. ഇതിന്റെ എക്സ്ട്രീം എക്സ്റ്റൻഷൻ ആണ്. എനിക്ക് ഇന്ററപ്റ്റ് ചെയ്യണം, കാരണം ഇപ്പം നിങ്ങൾ ഒരു ക്രൈം നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തിട്ടാണല്ലോ നിങ്ങളെ കോടതിയിൽ മറ്റേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്. അപ്പോൾ പോലീസ് എഴുതിയിരിക്കുന്ന ആ കുറ്റകൃത്യങ്ങൾ നിങ്ങളെ ഇത്രയും ദിവസം റിമാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ശിക്ഷ, റിമാൻഡ് ചെയ്യാനുള്ള കുറ്റകൃത്യമാണോ? ജാമ്യം ലഭിക്കുന്ന കുറ്റമല്ലേ? പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ടതാണ്. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം
7 വർഷത്തിൽ താഴെയുള്ള ശിക്ഷ ലഭിക്കാനുള്ള കേസാണ്. അതായത് ഞാനൊരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, എന്നെ 7 വർഷമാണ് ജയിലിലിടാൻ പറ്റുക എന്നിരിക്കട്ടെ, അതിന്റെ താഴെ ലഭിക്കുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യമോ ഇമ്മീഡിയറ്റ്ലി കോടതി ജാമ്യമോ കൊടുത്തു വിടണമെന്നാണ്. പിന്നെ എന്താ നിങ്ങളുടെ കാര്യത്തിൽ അവിടെയാണ് അവിടെ എന്താ പറയുക, അതൊരു ഗ്രേ ഏരിയ ആണ്. പോലീസ് അപ്പൊ എന്ത് പറയുന്നറിയാം, കോടതി ഇടപെടണ്ടേ? കോടതി കോടതിയിൽ അജിറ്റേറ്റഡ് ആയത് കോടതിക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കീഴ്ക്കോടതികളുടെ പലപ്പോഴും പ്രശ്നം അവർ ബോൾഡ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കില്ല. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. പ്രോസിക്യൂഷനും വക്കീലും കോടതിയും യഥാർത്ഥത്തിൽ ഏതുപോലെ ആകരുതെന്ന് ഞാൻ പറയാം. ആണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ 6-ാം തമ്പുരാനിൽ അത് കമ്മിറ്റി കൂടി തീരുമാനിക്കണം, മറ്റേ തിരുവാഭരണം കൊടുത്തു വിടണമെങ്കിൽ എന്ന് പറയും. അപ്പം ആരാ കമ്മിറ്റി? ഞാനും അപ്പനും, നമ്മുടെ എന്താ ഞാനും അപ്പനും ശ്രീവിദ്യയുടെ റോള് ഞാനും അപ്പനും അവരുമാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശ്രീവിദ്യ കാണിക്കുന്ന ധാർമ്മികത നമ്മുടെ കോടതികൾ കാണിക്കണം. ഇത് ശരിയല്ലല്ലോ എന്ന്. ഇനി അവസാനം എനിക്ക് ജാമ്യം തന്ന കോടതിയാണ് ശരിക്കും അവസാനത്തെ ഘട്ടം ഭയങ്കര രസകരമാണ്. ജാമ്യം തരുന്ന അവസരത്തിൽ എൻ്റെ അഡ്വക്കേറ്റിനെക്കാട്ട് കൂടുതൽ കോടതിയാണ് പ്രോസിക്യൂഷനെതിരെ വാദിച്ചത്. കോടതി ചോദിച്ചു, എത്ര കാലം നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യും? 16 ദിവസം ഓൾറെഡി ജയിലിൽ കിടക്കുകയല്ലേ, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതല്ല സാർ, ഇയാൾ ഭയങ്കര ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറഞ്ഞു. ഇത് പല കേസുകളുമുണ്ട്, ശ്രദ്ധിച്ചോണേ, പല കേസുകളുമുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, ബാക്കി കേസുകൾ ശബരിമല കേസുകളാണ്. ശബരിമല കേസ് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? അതായത് ഇതൊക്കെ ഒരു മിസ്റെപ്രസെന്റേഷന് വേണ്ടി കോടതിയിൽ ശരിക്കും എത്ര മിനിറ്റാ വാദം നടക്കുകയെന്ന് അറിയാമോ? അതായത് സീരിയസ് ആയിട്ടുള്ള പെട്ടെന്ന് അപ്പോ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇംപ്രസീവായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാർ 3 വേറെ കേസുകളിൽ പ്രതിയാണ്. എന്താ കേസുകൾ? ശബരിമല പ്രക്ഷോഭത്തിന് പോയി. ഇത് പറയൂല. ഈ അർത്ഥസത്യങ്ങൾ വെച്ച് കളിക്കുന്നവിടെയാണ്. സാർ പല കേസുകളിലും ഇയാൾ പ്രതിയാണ്. കേട്ടാ തോന്നും ഭയങ്കര ക്രിമിനലാണെന്ന്. ശബരിമല പ്രക്ഷോഭത്തിൽ 10,000-കണക്കിന് ആൾക്കാരോടൊപ്പം കേസിൽ പങ്കെടുത്ത ഒരാൾ മാത്രമാണ്. പക്ഷേ മിസ്റെപ്രസെന്റ് ചെയ്യാൻ അവസരം കിട്ടും. ഇതിന്റെ എക്സ്ട്രീം എക്സ്റ്റൻഷനാണ്. താങ്കൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് ഉണ്ടാക്കി. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, കേരള പോലീസിന്റെ DGP ആയ ശ്രീലേഖ IPS അവരുടെ സർവീസിന് ശേഷം, സർവീസ് ഇരിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല, അവർ തുറന്നു പറഞ്ഞത് വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പറയുന്നറിയാമോ? അതാണ് കൗതുകം. സാർ, ഞങ്ങൾക്ക് ശ്രീ ദിലീപും കുറ്റവാളിയും തമ്മിൽ നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 4 ആഴ്ച വേണം. ദിലീപിന് 4 ആഴ്ച ജാമ്യം നിശ്ചയിക്കണം. അപ്പം കോടതി 4 ആഴ്ച കൊടുക്കൂല. 4 ആഴ്ച ചോദിച്ചാൽ 2 ആഴ്ച കൊടുക്കും. എൻ്റെ കേസിൽ പോലീസിന് 3 ദിവസമാണ് ചോദിച്ചത്. എന്നാൽ 1 ദിവസം തന്നിരിക്കുന്നു എന്ന് പറയും. ഈ ബാലൻസിൽ സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. കാര്യം സിസ്റ്റത്തിന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും കള്ളം പറയാം. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം തുനിഞ്ഞിറങ്ങിയാൽ ഒരാളെ 14 ദിവസം ഈസിയായിട്ട് അകത്ത് കിടത്താം. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തോടെനിക്ക് ചില യോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ സത്യസന്ധനല്ലെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ശത്രുക്കൾ പോലും പറയില്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്താ? ഇത് പ്രതികാരം ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടത്രേകൾ പറഞ്ഞാൽ മതി. ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. ട്രയലിൻ്റെ സമയത്ത്, അതായത് യഥാർത്ഥത്തിൽ അവസാനം ട്രയൽ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കള്ളങ്ങൾ പൊളിച്ചെടുക്കാം. കാര്യം അവർ പറയുമ്പോൾ മറുവാദം ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ജാമ്യത്തിൻ്റെ അവസരത്തിൽ അതില്ല. കാര്യം ജാമ്യത്തിൻ്റെ അവസരത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകില്ല. അപ്പം കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ എന്ത് പറയും? സാർ 4 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കാര്യം സത്യമാണ്. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടാവണം. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ കോടതികൾ ജാമ്യഘട്ടത്തിൽ മെറിറ്റിലേക്ക് കടക്കരുതെന്നാണ്. എന്നാൽ ഇപ്പോൾ കോടതികൾ കടക്കുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്നറിയാം? 14 ദിവസം കിടക്കുകയാണ്. വെറുതെ ഒരാളെ 14 ദിവസം കിടത്താൻ വേണ്ടി കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുകയാണ്. ഇത് ആരെയും ചെയ്യാം, അതാണ് തമാശ. ആരെയും ചെയ്യാം, വളരെ ഈസിയായി ചെയ്യാം. ഇനി പേരെടുത്ത് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സിനിമാ രംഗത്തെയൊക്കെ തന്നെ പ്രമുഖർ എത്രയോ പേരെ ഈസിയായി കൊടുക്കാൻ ഇതൊരു വഴിയാണ്. ഈസിയായി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം, എവിഡൻ്റ് ആയ ഒരു കേസ്, 2 കേസുകൾ പറയാം, ആർക്കും തർക്കമില്ലാത്ത കേസുകൾ. നമ്മുടെ ചാണ്ടി സാർ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി. എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള കേസ് വ്യാജമാണ്. പക്ഷേ ഒരു സ്ത്രീ ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും ആ സ്ത്രീ അതിജീവിതയുമായി. ആ മനുഷ്യനെ വർഷങ്ങളോളം വേട്ടയാടി. നമ്മുടെ നിവിൻ പോളി, ഇപ്പം നമ്മുടെ സർവ്വമായൊക്കെ വന്നിട്ടായിരിക്കുന്ന നിവിൻ പോളി ആ സമയത്ത് കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ അലിഗേഷൻ ഉന്നയിച്ചു. നിവിൻ്റെ ഭാഗ്യം നിവിൻ കേരളത്തിലായത്, ദുബായിലായിരുന്നെങ്കിലും. അപ്പൊ എന്ത് ചെയ്യാം? അന്വേഷണത്തിൽ വിളിക്കും, മീഡിയക്കാരെന്ത് വാർത്ത കൊടുക്കും? പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി അറസ്റ്റ്. ഇതല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ഇത് കോടതിയിൽ നിങ്ങൾക്ക് ജാമ്യം നിഷേധിച്ചു. അപ്പോൾ നിങ്ങളെ നേരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. ഏത് ജയിലിലാണ് കൊണ്ടുപോയത്?
ആദ്യം തന്നെ സൈബർ സ്റ്റേഷനിലാണ് ഇട്ടത്. അതിനുശേഷം ജില്ലാ ജയിലിൽ കൊണ്ടുപോയി, എന്നിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. ഓക്കെ, പോകുന്ന സമയത്തൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു, ഭയങ്കര രസകരമായിരുന്നു. അല്ല നമുക്ക് ഇതല്ലേ ചെയ്യാൻ ആൾക്കാർ വെറും വിളിക്കും, നല്ലതും പറയും, സപ്പോർട്ടും ഉണ്ട്. ഈ മെൻസ് കമ്മീഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു വരാം. ശബരിമല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമാണ്. ആ സമയത്ത് പോലും ഞങ്ങളെ ട്രോൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കൗതുകം പറയട്ടെ, വേറെ ഒന്നും നോക്കണ്ട, ഇപ്പോഴും ആ വിധി തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന വളരെ കുറച്ച് രാഷ്ട്രീയക്കാരേ ഉള്ളൂ. അതായത് ശരിക്കും തെറ്റായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ സുപ്രീം കോടതി തന്നെ ഇൻ ഇഫക്റ്റ് അത് മേൽക്കോടതിയിലേക്ക് അയച്ചതും അത് ഒരു കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്. ഇപ്പം സുപ്രീം കോടതി തന്നെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായത്തിനെതിരെ എനിക്ക് പോരാടാൻ ശക്തി കിട്ടുന്നത് ഞങ്ങൾ പറയണ സത്യമായോണ്ടാണ്. എന്നെ അന്ന് എൻ്റെ വീട്ടുകാരിലെ ചിലരടക്കം ട്രോളെന്ന് നമ്മുടെ ഭാഷയെ ട്രോൾ ചെയ്തു. എടാ 4-1 സുപ്രീം കോടതി, ഡൽഹിയിലെ സുപ്രീം കോടതി വിധിന്യായം തന്നതാണ്, നീ തിരുവനന്തപുരത്ത് പ്രക്ഷോഭം നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ എന്തായാലും എടുത്ത് ചെയ്യുകയാണ്. ഇനി കുറച്ച് വൈകാരികമായി പറഞ്ഞാൽ ഇന്നും എൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിയാൽ 3 മാസം, അന്ന് കുറച്ച് ലോണും കാര്യങ്ങളും EMI ഉണ്ട്, 3 മാസമേ ഞാൻ ലോണുകളും കാര്യങ്ങളും അടയ്ക്കായിരുന്നുള്ളൂ. അത് ആ ഒക്ടോബറിലാണ് വിധി വരുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ കാലഘട്ടത്തിലാണ് അടയ്ക്കായിരുന്നത്. കയ്യിലിടുന്ന കാശ്, സാധനങ്ങളെല്ലാം ഇതിനു വേണ്ടി ചിലവാക്കി. എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ മാറിയിരുന്നു, കാര്യം ഓഫീസിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു TV പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് മാറിയിരുന്നു. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ജയിക്കുമ്പോൾ എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് വലിയ കാര്യമാണ്. അന്ന് ഓർക്കണം, ഒരാൾ പോലും സപ്പോർട്ടില്ല. 3 പ്രധാന പാർട്ടികളും കോൺഗ്രസ്, BJP, CPM 3 പേരും മറുസൈഡിലാണ്, അല്ലെങ്കിൽ എതിർവശത്താണ്. അവരുടെയും കുറ്റമല്ല, സുപ്രീം കോടതി വിധി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊന്ന് പേടിക്കും, പോലീസ് അപ്പുറത്താണ്. പക്ഷെ നമ്മൾ ജയിക്കുന്നത്, ഞാൻ സാധാരണക്കാരോട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, ചിലപ്പോൾ സമയം താമസിക്കും ജയിക്കാൻ, പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ജയിക്കും. നിങ്ങളുടെ സീസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇനി കേസ് കഴിയാതെ ഇനി ഓഫീസിന്റെ ലാപ്ടോപ്പ് മറ്റുമാണ്, മൊബൈലാണ്. ഇനി കേസൊന്നും കഴിയണ്ട, ഇനി നമ്മൾ പെറ്റീഷൻ നിങ്ങൾ ഒളിപ്പിക്കുവാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ. അതിന്റെ പ്രശ്നം എന്താ, അതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ശബരിമല കേസിന് ഇതിൽ യാതൊരു ബന്ധമല്ല, ചെയ്യുന്നതിന് റീസൺ കൂടെ ഉണ്ട് കേട്ടോ. എന്റെ ലാപ്ടോപ്പ് പോലീസ് എടുത്തോണ്ട് പോയി, തിരിച്ചു കിട്ടിയപ്പോൾ ആപ്പിളിന്റെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടിയപ്പോൾ സ്ക്രീൻ പൊട്ടിയിരുന്നു. 44,000 രൂപ. ആരോടും പറയാനില്ല. 44,000 രൂപ എൻ്റെ കയ്യിൽ ചിലവായി. അതുകൊണ്ടാണ് ഞാനടുത്ത് ഇപ്പോൾ ഇനിയും തിരിച്ചു കിട്ടുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാറേ സൂക്ഷിച്ചോണേ, ഒന്നും പേടിക്കണ്ട, അവർ മറ്റേ ബബിൾ റാപ്പിലൊക്കെ ചെയ്ത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, പോലീസുകാരല്ല തെറ്റുകാർ. പല ആൾക്കാരും പോലീസുകാരെ വില്ലന്മാരായിട്ട് കാണുന്നു. പോലീസുകാർക്കോ പ്രോസിക്യൂട്ടർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിന് മേളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞാൻ നാളെ ഒരു DYSP ആണെങ്കിലോ CI ആണെങ്കിലോ അല്ലെങ്കിൽ താങ്കളാണെങ്കിലോ ഇതേ ചെയ്യാൻ പറ്റൂ. കാര്യം ഒരു ഉത്തരവനുസരിക്കുന്ന ഫോഴ്സാണ്. 2, പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്നതേ പ്രോസിക്യൂട്ടർക്ക് പറയാൻ പറ്റൂ. കാര്യം പോലീസിൻ്റെ അഡ്വക്കേറ്റോ സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റോ പ്രോസിക്യൂട്ടർ, ഇവിടെ യഥാർത്ഥത്തിൽ ധൈര്യമുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. നിഷ്പക്ഷമായ സ്റ്റാൻഡ് എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. കാര്യം ജുഡീഷ്യറിയും കൂടെ മാറുകയാണെങ്കിൽ ആരെയും കൊടുക്കാം. ഇപ്പം അങ്ങനെ കൊടുക്കപ്പെട്ട 4 പിള്ളേരുടെ നമ്മൾ കേസ് ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട്. 20 വർഷമൊക്കെ പോക്സോ കിട്ടി, അഫെയറൊക്കെ ആയിരുന്നു. അപ്പം വീട്ടുകാർക്ക് അഫെയർ പിടിച്ചു. അപ്പോൾ അവർക്ക് ദേഷ്യം. ഒരാണും പെണ്ണും തമ്മിൽ അഫെയറായി, അവരെ തമ്മിൽ ഇഷ്ടമായി, ഇവർ മറ്റേ പീഡനത്തിനും പറ്റും കേസ് കൊടുത്തു. അങ്ങനെ കൊടുക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്കറിയാത്തവർ.